ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്നത് കേവലം രാഷ്ട്രീയ മാറ്റങ്ങളല്ല, മറിച്ച് ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളിൽ നിർണായകമായ ഒരു ഘട്ടത്തെയാണ്. ഇറാനെപ്പോലെ ഉന്നതമായ ആണവ സാങ്കേതികവിദ്യയും സുശക്തമായ സൈനിക സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യം നേരിടുന്ന ഓരോ ചലനവും ലോകം അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ കരുത്താർജിച്ച ഭരണകൂടമെന്നത് ആ രാജ്യത്തിന്റെ മാത്രം ആവശ്യമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ മൊത്തത്തിലുള്ള സുരക്ഷാ കവചമാണ്. പശ്ചിമേഷ്യയുടെ സുരക്ഷാഘടനയിൽ ഇറാൻ വഹിക്കുന്ന കേന്ദ്രസ്ഥാനം ഈ യാഥാർത്ഥ്യം അടിവരയിടുന്നു. ഇറാന്റെ സുസ്ഥിരതയ്ക്ക് എന്തെങ്കിലും പോരലേറ്റാൽ അത് കേവലം ആ രാജ്യത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നായിരിക്കില്ല, മറിച്ച് മേഖലയുടെ സമാധാനത്തിന് ആധാരമായ വലിയൊരു സുരക്ഷാ തൂൺ ഇളകുന്നതിന് തുല്യമായിരിക്കുമത്. ഇറാന്റെ പരമാധികാരവും കരുത്തും നിലനിൽക്കേണ്ടത് പശ്ചിമേഷ്യയിൽ ഒരു സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ അത്യന്താപേക്ഷിതമാണെന്ന തിരിച്ചറിവാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളെ ഗൗരവകരമായ ചർച്ചകളിലേക്ക് നയിക്കുന്നത്. അതേസമയം ഈ ചർച്ചകൾ ഇറാൻ ഭരണകൂടം തകർന്നു വീഴും എന്ന അനുമാനത്തിൽ നിന്നല്ല ഇവിടെ ആരംഭിക്കുന്നത്. ഇറാനിലെ നിലവിലെ ഭരണ സംവിധാനം ശക്തമായ ഘടനയും സുരക്ഷാ സംവിധാനങ്ങളും കൈവശം വച്ചിരിക്കുന്നതാണ്. അതിനാൽ അതിനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനോ ഇല്ലാതാക്കാനോ കഴിയുമെന്ന വിലയിരുത്തൽ യാഥാർത്ഥ്യബോധമുള്ളതല്ല. എന്നിരുന്നാലും നയതന്ത്രവും സുരക്ഷാ വിശകലനവും പലപ്പോഴും എന്ത് സംഭവിച്ചേക്കാം എന്ന സങ്കല്പാത്മക ചോദ്യങ്ങളിൽ നിന്നാണ് മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ടുതന്നെ ഇറാൻ തകർന്നാൽ എന്താകും സംഭവിക്കുക എന്ന ചിന്ത ഒരാഗ്രഹമോ പ്രവചനമോ അല്ല, മറിച്ച് ആഗോള സുരക്ഷാ കണക്കുകൂട്ടലിന്റെ ഭാഗമായി ഉയരുന്ന ഒരു ജാഗ്രതാപരമായ കൗതുകമാണ്. ഈ സങ്കല്പാത്മക അന്വേഷണത്തിന്റെ ഉദ്ദേശം ഇറാനെ ദുർബലമാക്കി കാണിക്കലല്ല, മറിച്ച് ഒരു വലിയ രാഷ്ട്രത്തിലുണ്ടാകാവുന്ന അപ്രതീക്ഷിത ഇടിവിന്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തെ എത്രത്തോളം ബാധിക്കുമെന്നത് മനസ്സിലാക്കുകയാണ്. ഇറാൻ പോലുള്ള ഒരു രാജ്യത്ത് സ്ഥിരത നിലനിൽക്കുന്നത് പശ്ചിമേഷ്യയുടെ മാത്രമല്ല, ആഗോള സുരക്ഷയുടെ തന്നെ പ്രധാന തൂണുകളിലൊന്നാണ്. ഇറാനിൽ വലിയ തോതിലുള്ള ഭരണകൂട അസ്ഥിരത സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആദ്യം അനുഭവപ്പെടുക അയൽ രാജ്യങ്ങളിലായിരിക്കും. ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷ, റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളുടെ മേൽനോട്ടം, സൈനികവും വ്യാവസായികവുമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണം എന്നിവ ഒരേ സമയം ദുർബലമാകുന്ന സാഹചര്യം രൂപപ്പെടാം. അത്തരം സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇറാന്റെ അതിർത്തികളിൽ ഒതുങ്ങാതെ പരിസ്ഥിതിയിലൂടെയും വ്യാപാര മാർഗങ്ങളിലൂടെയും പ്രാദേശിക സ്ഥിരതയെ ബാധിക്കുന്ന ഘടകങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ സുസ്ഥിരത അയൽരാജ്യമായ സൗദി അറേബ്യയ്ക്ക് ഏറെ പ്രധാനമാണ്. ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും ഗൾഫ് മേഖലയിലെ സാമ്പത്തിക ഊർജ്ജ ബന്ധങ്ങളും കാരണം ഇറാന്റെ സുരക്ഷ സൗദി അറേബ്യയുടെ കൂടി സുരക്ഷയുമായി ചേർന്ന് നിൽക്കുന്നു. പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഐക്യവും കരുത്തും അനിവാര്യമാണെന്നതാണ് ലളിതമായ സത്യം. ഇറാനിൽ വലിയ അസ്ഥിരത സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആദ്യം അനുഭവപ്പെടുക അയൽ രാജ്യങ്ങളിലായിരിക്കും. ഗൾഫ് മേഖലയിലെ വിമാന സേവനങ്ങളുടെയും കപ്പൽ പോക്കുവരവിന്റെയും സുരക്ഷ പ്രശ്നങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കും. ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള അതിമാരകമായ വിഷവാതകങ്ങൾ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറാനിൽ വലിയ അസ്ഥിരത കൈവരുന്ന മുറയ്ക്ക് അതിന് സന്ദർണികളുടെ പിന്തുണയും ഉണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉൾക്കലങ്ങങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതൊക്കെ കൂടി കണക്കെടുത്താൽ ഇറാന്റെ കടുത്ത ശത്രുക്കളായ ജെയ്ഷ് അൽ അദൽ, മുജാഹിദീൻ ഇ ഖൽഖ് തുടങ്ങിയ വിരുദ്ധ വിഭാഗങ്ങൾ ജനവികാരങ്ങൾ ഇളക്കിവിടാൻ ശക്തരായിരിക്കും. ഇത്തരം സാഹചര്യങ്ങൾ അടുപ്പിൽ കൂടാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ സൗദി അറേബ്യയ്ക്ക് ഇറാനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഒരു സഖ്യത്തിലായിരുന്നിൽ നിന്നല്ല ഉദിക്കുന്നത്. അത് ഇറാനോടുള്ള പാഷ്ഠമ്യ അനുകമ്പയോ ആശയപരമായ അടുപ്പമോ അല്ല, മറിച്ച് സ്വന്തം നിലനിൽപ്പിനായുള്ള തണുത്ത യാഥാർത്ഥ്യബോധത്തിൽ നിന്നുള്ള ഒരു തന്ത്രപരമായ നിർബന്ധിത തീരുമാനമാണ്. ഇറാൻ നിലനിൽക്കണം എന്നത് ഇവിടെ ഒരു ശത്രുവിനെ രക്ഷിക്കുന്നതല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ സ്ഥിരതയും സ്വന്തം ഭാവിയുമാണ് സൗദി അറേബ്യ സംരക്ഷിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇറാനെക്കുറിച്ചുള്ള ചർച്ചകൾ വെറും വൈരത്തിന്റെ ഭാഷയിലല്ല, സുരക്ഷയുടെ ഭാഷയിൽ വായിക്കപ്പെടേണ്ടത്. ഇറാന്റെ സുസ്ഥിരത അയൽ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സാഹചര്യം വ്യക്തമാക്കുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെയും മറ്റു തന്ത്രങ്ങളുടെയും സുരക്ഷിതമായ നിയന്ത്രണം നിലനിൽക്കേണ്ടത് ആഗോളതലത്തിൽ തന്നെ അത്യാവശ്യമാണ്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണ നഷ്ടമുണ്ടായാൽ പ്രകൃതിദത്തമായ കാരണങ്ങളാൽ, അതായത് കാറ്റിലൂടെയോ കടൽ പ്രവാഹത്തിലൂടെയോ, ആ പ്രത്യാഘാതങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ സൗദി അറേബ്യ പോലുള്ള അയൽ രാജ്യങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇറാനെ വെറുമൊരു എതിരാളിയായി മാത്രം കാണുന്നത് ഇന്ന് പ്രായോഗികമല്ല. ഇറാന്റെ ഭരണകൂടം ദുർബലമായാൽ അത് മേഖലയിലെ സമാധാനത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് മാത്രമേ ഗുണം ചെയ്യൂ. ആണവ വസ്തുക്കൾ പോലുള്ള അപകടകരമായ സാമഗ്രികൾ തെറ്റായ കൈകളിലെത്താതിരിക്കാൻ ശക്തമായ ഒരു ഭരണകൂടം ഇറാനിലുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്.
ചുരുക്കത്തിൽ ഇറാന്റെ സുരക്ഷ എന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. മേഖലയിലെ സമാധാനത്തിന് ഇറാന്റെ കരുത്തും സ്ഥിരതയും അനിവാര്യമാണെന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് നയതന്ത്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇറാനിൽ സ്ഥിരത നിലനിൽക്കുന്നത് സൗദി അറേബ്യയ്ക്ക് എണ്ണവിപണിയിലെ സ്ഥിരതയും ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയും സ്വന്തം തീരപ്രദേശങ്ങളുടെ പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നു. അതിനാൽ ഇറാൻ വീഴുന്നത് സൗദിയുടെ വിജയമല്ല, സൗദിയുടെ തന്നെ ദൗർഭാഗ്യമാകും. ഇതിനൊപ്പം മറ്റൊരു നിർണായക വസ്തുതയുണ്ട്. ഇറാൻ പൂർണ്ണമായും അസ്ഥിരമായാൽ അമേരിക്കയോ മറ്റു പാശ്ചാത്യ ശക്തികളോ സീൽ ആൻഡ് സെക്യൂർ നടപടികളുടെ പേരിൽ നേരിട്ടുള്ള സൈനിക ഇടപെടലിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അത്തരമൊരിടപെടൽ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിക്കും. സൗദി അറേബ്യയ്ക്ക് അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു വലിയ സംഘർഷം എണ്ണവിലയെ മാത്രമല്ല, സൗദിയുടെ ആഭ്യന്തര സുരക്ഷയെയും ദീർഘകാല സാമ്പത്തിക പദ്ധതികളെയും തകർക്കും. അതിനാലാണ് അടുത്ത കാലത്ത് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര പുനഃസ്ഥാപന ശ്രമങ്ങൾ കൂടുതൽ പ്രാധാന്യമാർജിച്ചത്. ഈ ബന്ധം വെറും പാഷ്ടിയ സൗഹൃദമല്ല, അതൊരു പ്രാദേശിക സുരക്ഷാ ഇൻഷുറൻസായി മാറുകയാണ്. ഇറാൻ സ്ഥിരത പാലിക്കുന്നുവെങ്കിൽ സൗദിക്കും ശ്വാസമെടുക്കാം. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെങ്കിൽ ഗൾഫ് മേഖലയിലെ ജനങ്ങൾക്കും വ്യവസായങ്ങൾക്കും ഭാവിയുണ്ടാകും. ചുരുക്കത്തിൽ ഇറാൻ തകർന്നാൽ ലോകം മുഴുവൻ വില കൊടുക്കേണ്ടിവരും. എന്നാൽ അതിന്റെ ആദ്യ ബില്ല് എത്തുക റിയാദിലായിരിക്കും. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് സൗദി അറേബ്യയ്ക്ക് ഇറാനെ പിന്തുണയ്ക്കുകയും അവിടെ സ്ഥിരത നിലനിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് ഒരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യമായ ഒരു തന്ത്രപരമായ തീരുമാനമാണ്.